ഫസ്റ്റ് നിങ്ങൾ കബഡി ഇന്ത്യൻ ടീം വിട്ടു, പിന്നെ നിങ്ങൾ സർവീസ് കണ്ടിന്യൂ ചെയ്തോ? പിന്നെ ഞാൻ നാഷണൽസ് കളിക്കുന്നുണ്ട്. ഓക്കെ. നാഷണൽസ് നിന്നാണ് ഇന്റർനാഷണലിലേക്ക് സെലക്ഷൻ. ആ അപ്പോൾ ഫൈനൽ അടിച്ചാലും 1, 2, 3 അതിനേക്കാൾ മുകളിലില്ല. ഓക്കെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ സർവീസസ് കളിച്ചു. എന്നിട്ട് നിങ്ങൾ എപ്പോഴാ ഇത് നിർത്തി? അത് കഴിഞ്ഞിട്ടാണ് പ്രോ കബഡി വന്നത്. അതായിരുന്നു ലൈക്ക് യങ് ജനറേഷന്റെ അടുക്ക് ഒരു ഭയങ്കര ഒരു ഹിറ്റ് സംഭവം പ്രോ കബഡി. ആ ഒരു ടൈമിൽ നിങ്ങൾ ഫസ്റ്റ് ജയ്പൂർ വേണ്ടിട്ട് കളിച്ചു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കാസർഗോഡിൽ അറിയപ്പെടുന്ന, കാസർഗോഡ് മാത്രമല്ല ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു കബഡി പ്ലെയർ ആണ്. സോ കേരളത്തിൽ നിന്ന് ജെൻസ് കാറ്റഗറിയിൽ ഏഷ്യ കപ്പിൽ ദ ഓൺലി പേഴ്സൺ ടു ഗെറ്റ് എ ഗോൾഡ് മെഡൽ, ജഗദീഷ് കുംബ്ല സർ. ഹായ്. ഹായ്. സോ നിങ്ങളുടെ പേര് പറയുമ്പം ഫസ്റ്റ് തന്നെ ജഗദീഷ് കുംബ്ല. കുംബ്ല സിഗ്നിഫൈ ചെയ്യുന്നത് നിങ്ങൾ ജനിച്ച നാടാണോ? നിങ്ങൾ കുംബ്ലയിലാണ് ജനിച്ചത്, അതുകൊണ്ട് ജഗദീഷ് കുംബ്ല. നിങ്ങളുടെ കുട്ടിക്കാലങ്ങളൊക്കെ ജനിച്ചതും? ഒന്നുമില്ല, ഞാന് ഒരു നോർമൽ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോ നമ്മള് കുമ്പള ടൗണിന്റെ അടുത്താണ് വീട്, സ്കൂളും എല്ലാം അവിടെ തന്നെ. അപ്പോ ടൗണും സ്കൂളും ഒരു ഗ്രാമം പോലെ വീടും അടുത്തന്നെ. അങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോ നമുക്ക് എല്ലാ സ്കൂള് കഴിഞ്ഞിട്ട് എല്ലാത്തിനും സമയം എന്താ വെച്ചാൽ ഗ്രൗണ്ട് കിട്ടും കളിക്കാൻ. പിന്നെ കുറച്ച് ടൗണിലെ സ്പോർട്സും മറ്റേ കൾച്ചറൽ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ടൗൺ ആയതുകൊണ്ട് എല്ലാത്തിനും നമ്മളതിനെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ സമയത്താണ് നമ്മൾ സീനിയറിനെ നോക്കിയിട്ട് സ്കൂളിൽ നിന്ന് കബഡി തുടങ്ങി. ഫസ്റ്റ് നിങ്ങൾ സ്കൂളിനായിരുന്നു കബഡി തുടങ്ങിയത്? അതായത് നമ്മളെ ക്ലബ്ബ് അവിടെ തന്നെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ തന്നെ ക്ലബിന്റെ പ്രാക്ടീസ്. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ ജസ്റ്റ് പോയിക്കൊണ്ടായി സ്കൂളിൽ കളിച്ചു. എന്നിട്ട് സ്റ്റേറ്റ് വരെ എത്തി. സ്റ്റേറ്റ് എത്തിയിട്ടാകുമ്പോ എന്റെ ഒരേ സ്കൂളിൽ നിന്ന് മൂന്ന് പേരാണ് സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ എടുത്തു. ഒരേ സ്കൂളിൽ നിന്ന് ഡിസ്ട്രിക്റ്റിലേക്ക് 3 പേര്. അന്നേരം നാഷണലിലേക്ക് ഒരാൾക്ക് ചാൻസ് കിട്ടി, 1 or 2 പേർക്ക് ചാൻസ് കിട്ടി. എന്റെ ചാൻസ് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. ഈ കബഡി ഇഷ്ടപ്പെടാൻ ഒരു കാരണം ആരാണ്? കബഡിയിലോട്ട് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവന്നത്? കബഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ കളി കളിക്കുമായിരുന്നു. ഞാൻ സമയം ഉണ്ടാകുമ്പോൾ വാലിബോൾ കളിക്കും, ഫുട്ബോൾ നല്ല കളിക്കും. അതിന്റെ ഇടയിൽ ക്രിക്കറ്റും, ആളില്ലെങ്കിൽ ക്രിക്കറ്റ്, ആ രീതിയിൽ. പക്ഷെ കബഡി എന്ന് പറയുന്നത് ആ കുമ്പളയില് ഇങ്ങനെ എന്റെ സീനിയർ ക്ലബ്ബ്, നമ്മള് ശ്രീകൃഷ്ണ യോഗ മണ്ഡല എന്ന് പറഞ്ഞിട്ട് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സീനിയേഴ്സ് ഒക്കെ എന്നെ നല്ലോണം ഇത് സപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ മെല്ലെ അവർ റിട്ടയർഡ് ആകുമ്പോൾ നമ്മളെ കളി നല്ലതായി. ആ രീതിയിൽ നമ്മൾ പ്രോത്സാഹനം കിട്ടുന്നത്. അല്ലാണ്ട് എന്റെ വീട്ടിൽ ഒരിക്കലും കബഡിക്ക് സപ്പോർട്ടില്ല. അപ്പം നിങ്ങൾ ആ ക്ലബിന് വേണ്ടിട്ട് കളിച്ചായിരുന്നു? നിങ്ങളൊരു ടീം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇനിഷ്യൽ, അങ്ങനെയല്ല ഉണ്ടായിരുന്നു? ക്ലബ് ടീം തന്നെ. ആ ക്ലബ് ടീം ഉണ്ടായിരുന്നു. നമ്മള് ബാക്ക്, അതായത് രണ്ടാമത്തെ ടീം, ബി ടീം. അങ്ങനെ മെല്ലെ ആയിട്ടാകുമ്പോ നമ്മൾ ഒരിക്കൽ എല്ലാവരും തോപ്പിക്കുന്നു, നല്ല ടീമിനൊക്കെ. പിന്നെ നമുക്ക് മെയിൻ ടീമിൽ ചാൻസ് ആയി. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ആ ടൈമിലുണ്ടായ കൂടെ കളിച്ചോണ്ടായ ആൾക്കാരൊക്കെ ഇപ്പം? എന്റെ സീനിയർ എന്ന് പറയുന്നവര് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്റെ കൂടെ എല്ലാവരും എന്റെ ജൂനിയേഴ്സ് ഇവരൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരവരെ ഇത് ജോലിയായിട്ട് പോകുന്നുണ്ട്. 1, 2 പേര് നല്ല രീതിയിൽ നല്ല സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നാഷണൽ വരെ പോയിട്ടുണ്ട്. പിന്നെ ജോബിന് അവർക്ക് ചാൻസ് ആയിട്ടുണ്ട്. കുറെ ആൾ കളിച്ചു. പിന്നെ ഗ്രാമത്തിലായതുകൊണ്ട് ആരും അങ്ങനെ ഇപ്പോഴത്തെ പോലെ കോച്ചോ മറ്റേത് അതൊന്നുമില്ല ആ സമയത്ത്. അതുകൊണ്ട് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ട്. കബഡി നിങ്ങളെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്, കബഡിയിലോട്ട് വരാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. അതായത് ഞാന് +1 PU, അപ്പൊ PDC, പ്രീ ഡിഗ്രി കോഴ്സ്. അന്നേരം നമുക്ക് നോർമൽ മാർക്സ്, കാരണം നമ്മ സ്പോർട്സ്മാൻ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് അഡ്മിഷന് എന്നോട് എന്റെ സീനിയർ പറഞ്ഞു സ്പോർട്സ് കോട്ടയിൽ
അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ അപ്ലൈ ചെയ്തു. മഞ്ചേശ്വരത്ത് ചെയ്തു, കാസർഗോഡ് ചെയ്തു. മഞ്ചേശ്വരം കിട്ടി. ഓക്കെ. അന്നേരം അവിടെ അറ്റൻഡ് ചെയ്തു കോളേജ്. എന്നിട്ട് 1 മാസം ആകുമ്പോൾ കാസർഗോഡ് എവിടെയും വിളിച്ചു. അപ്പൊ ഞാൻ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് കാസർഗോഡ് വിട്ടു. ഓക്കെ. അവിടെ ചെന്നിട്ടാകുമ്പോ ഞാൻ കുറച്ച് ഹെൽത്തിയാണ്. എല്ലാവരും കാണുമ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റ്. അവിടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ടീം ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ വരുമ്പോ കബഡി പ്ലെയർ. പിന്നെ അവർക്ക് ഇതായി. പിന്നെ ഞാൻ കളി, എന്റെ ലോക്കൽ കളിയെല്ലാം കണ്ടിട്ട് ഒരു സപ്പോർട്ട് നാട്ടിലത്തെ കളി ഉണ്ടാകുമ്പോ എല്ലാവരും കൂടെ വരും. അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇന്നാളെ എനിക്ക് സപ്പോർട്ട് കൊടുത്ത അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാസർഗോഡ് ജില്ലക്ക് വേണ്ടി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ചു. അത് കഴിഞ്ഞ് കാസർഗോഡ് ജില്ലക്ക് വേണ്ടിയിട്ട് സെലക്ഷൻ ആണ്. എന്റെ സെലക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ചെറുത്, എല്ലാരും വലുത്. എനിക്കൊരു 10-20 വയസ്സിന്റെ ഉള്ളിലേ ഉള്ളൂ. ബാക്കിയുള്ളവര് 30, 32, 28 അങ്ങനെ. അന്നേരം ഞാൻ മെയിൻ 7 കളിക്കുന്നു. ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. അത് അച്ചാന്തൂർത്തിയിൽ വെച്ചിട്ട്, അച്ചാന്തൂർത്തി മലേശ്വര. അവിടെ എന്റെ കളി സൂപ്പർ കളിയായിരുന്നു. നമ്മള് ഫൈനൽ കളിച്ചു. അന്നേരം എനിക്ക് 1-2 കോച്ചസ് എന്നെ നല്ല പ്രൊമോട്ട് ചെയ്തു. പിന്നെ ജോലിന്റെ കാര്യത്തിനും മറ്റെല്ലാത്തിനും സെലക്ഷന്റെ കാര്യത്തിനും. അങ്ങനെ ഞാൻ പിന്നെ ആടുന്ന് കേരള സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ ആയി. അതേ സെയിം ടൈമിൽ ഞാൻ ഇന്ത്യൻ ആർമിന്റെ ട്രയൽസിന് പോയി. അതേ ടൈമിൽ ഈ കളിയൊക്കെ കണ്ടിട്ടാണ്. അങ്ങനെയാണ് ആ ഡിസ്ട്രിക്ട് സെലക്ഷന്റെ അന്ന് ഫൈനൽ കളിക്കുന്നത്. അന്നേരമാണ് എന്നെ ആർമിയിലേക്ക് നോക്കുന്നത്. എന്റെ ഒരു കോച്ച് ഉണ്ടായിരുന്നു ഇവിടെ കാസർഗോഡ്, ഭാസ്കർ സാർ എന്ന് പറഞ്ഞു. അപ്പൊ അവരാണ് ഇങ്ങനെ. അന്നേരം അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ കളിക്കുന്ന പൊസിഷൻ റൈറ്റ് കോർണർ ആയിരുന്നല്ലോ. ആ പൊസിഷൻ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ? ഉണ്ട്. ആക്ച്വലി ഞാൻ നാട്ടില് റൈഡർ ആയിരുന്നു, ക്ലബിന്റെ ടീമിന്റെ റൈഡർ. പക്ഷെ റൈഡിന്റെ ഒന്നിച്ച് റൈറ്റ് കവർ ആയിരുന്നു. ഞാൻ റൈഡറാണ്, പക്ഷെ ആ കവർ പൊസിഷൻ ഞാൻ കളിക്കും. അപ്പൊ ഒരു റൈഡർ, ഒരു ടീമിന്റെ മെയിൻ റൈഡറായിട്ട് അവൻ പൊസിഷൻ കളിക്കണമെങ്കിൽ അവനോട് അത്രക്ക് ടാലന്റ് വേണം. അതിപ്പോ എനിക്കറിയുന്നത്, അന്ന് ഇതൊന്നും അറിയില്ല, നമ്മ കളിച്ചൊന്നുള്ളൂ. കാരണം ഞാൻ റൈഡ് ആണെങ്കിൽ ഡിഫൻസിൽ ഞാൻ മിസ്റ്റേക്ക് ചെയ്താൽ ടീമിനൊന്നുമില്ല, ലോസ്. അപ്പൊ അങ്ങനെ കളിച്ചിട്ട് എല്ലാ മാച്ചും ഞാൻ അങ്ങനെ പിന്നെ മെയിൻ റൈഡറായിട്ട് കളിച്ചു നാട്ടില്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആർമിയിൽ ജോലി കിട്ടിയ പിന്നെ ഒരു സമയത്ത് നമുക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും, പ്രൊമോഷൻ കോഴ്സ്. അപ്പൊ റൈറ്റ് കോർണർ അവന് ട്രെയിനിങ്ങിന് പോണം. അന്നേരം കോച്ച് ചോദിച്ചു കോർണർ ആറി കളിക്കും. എല്ലാരും ഒന്നും പറയുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞു സാർ ഒന്ന് നോക്കട്ടെ. ഞാൻ ജൂനിയർ കളിച്ചോന്ന് പറഞ്ഞു. ഞാൻ നല്ല കളിച്ചു. അവിടെ എല്ലാ ടോപ്പ് പ്ലെയേഴ്സിനൊക്കെ ക്യാച്ച് എടുത്തു. കോച്ച് പറഞ്ഞു ഇനി നോക്കാനൊന്നുമില്ല, ഇനി 3 മാസമാവും വരുമ്പോ നീ എന്നെ കളിക്കണം. അന്ന് അവിടുന്ന് ഞാൻ ഇന്ത്യൻ ആർമി സർവീസസ്, അങ്ങനെ ഇന്ത്യ, അങ്ങനെയാണ് കോർണറായിട്ട് അറിയുന്നത്. ഫസ്റ്റ് നിങ്ങൾ സർവീസസ് കളിച്ചു. സർവീസസിൽ നല്ല പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചു. അവിടുന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഇന്ത്യൻ ടീമിന്റെ ഒരു കോള് വരുന്ന ആ ഒരു ദിവസം അതിപ്പോൾ ഓർമ്മ ഉണ്ടാവല്ലോ? ഇന്ത്യൻ ടീമിന് വേണ്ടിട്ട് കളിക്കണം എന്ന് ആ ഒരു ഡേ. അത് എനിക്ക് അത്ര ഒരു ഇംപ്രഷൻ ആയിട്ട് തോന്നിച്ച. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഞാനൊരു 4 കൊല്ലം ഇന്ത്യൻ ക്യാമ്പ് പേര് വന്നിട്ട് പിന്നെ ക്യാമ്പിൽ പേരില്ല. വീണ്ടും എല്ലാരും പറയും നീ ഉറപ്പാണ്, കോള് വരുന്നു, വെയിറ്റ് ചെയ്യുന്നു. അതില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു 3-4 കൊല്ലം സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്നത്. എന്റെ പെർഫോമൻസ് ഉണ്ടായിട്ട് എനിക്ക് കിട്ടിയിട്ട. അതുകൊണ്ട് അപ്പൊ കിട്ടുമ്പോ അതിന്റെ ഒരു എന്താ വെച്ചാല് ഞാൻ നല്ല കളിച്ചു, നല്ല പെർഫോമൻസ് ഉണ്ട്, എന്നെ വിളിക്കുന്ന പറയുമ്പോ അതിന്റെ ഒരു ത്രില്ലുണ്ട്. എല്ലാം ചെയ്തിട്ട് എന്നെ വിളിക്കുന്നില്ല, എനിക്ക് ചാൻസ് കിട്ടുന്നില്ല. പക്ഷെ കാരണം എന്റെ കൂടെ വേറെ അവർക്ക് കിട്ടുന്നു. അതുകൊണ്ട് അത് അവരും നല്ല പ്ലെയർ തന്നെ, എന്നാലും അവിടെ വെച്ചിട്ട് നല്ല പെർഫോമൻസ് നമുക്ക് കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുമ്പോ അത് ഒരു ഇതന്നെ. എന്തായാലും നമുക്കൊരു ഉറപ്പുണ്ടായി 4 കൊല്ലം എനിക്ക് എന്തായാലും കിട്ടും. ഒരു 4 കൊല്ലം സ്ട്രഗിൾ ചെയ്തല്ല. അതാണ് മുന്നേ കിട്ടുന്ന ഒരു ഉറപ്പ് ഉണ്ടായിരുന്നു. അത് കിട്ടിയിട്ട. അതുകൊണ്ട് അതിന്റെ ഒരു എന്ത് പറഞ്ഞ ഒന്നും വെറുപ്പൊന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ട് ശരി കിട്ടി. പക്ഷെ ആ 4 കൊല്ലത്തിൽ കിട്ടാതിപ്പം ലൈക്ക് ഞാൻ എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യാ, എന്നെ എന്താ വിളിക്കാതെ, അങ്ങനത്തെ ഒരു കുറെ തോട്ടെല്ലാം വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ ലെവലിൽ എത്തുമ്പോ നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് അടിച്ചാലും എന്റെ ബെസ്റ്റ് 7 എടുക്കൂല. കാരണം 12 പേര് പോണ്ടത്. ഇന്ത്യയിൽ 30 സ്റ്റേറ്റ് ടീമുണ്ട്, സ്റ്റേറ്റ് ടീമായിട്ട്.
28 സ്റ്റേറ്റ് ആണെങ്കിലും 30 ടീം ഉണ്ട് അവിടെ. സർവീസസ് വേറെ, ബാങ്ക് സ്പോർട്സ് ബോർഡ്. അപ്പോ ഫൈനൽ അടിച്ചാലും 1, 2, 3 അതിനേക്കാൾ മുകളിലില്ല. ഓക്കെ. അപ്പൊ എന്റെ ഇത് മിസ്സാകുമ്പോ എനിക്കറിയാം അവൻ സീനിയർ, അവനെ എടുത്തു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു റെക്കമെൻഡേഷൻ അങ്ങനെ ഒന്നും വരുന്നില്ലേ, ഈക്വൽ കളി അങ്ങനെ പോയി. അതന്നെ ഇത്രത്തോളം ലൈക് 29 റൈറ്റ് കോർണേഴ്സ്, ഇന്ത്യയിലെ ടോപ്പ് റൈറ്റ് കോർണേഴ്സ് അവരൊക്കെ ഉണ്ട്. അവരിന്ന് സോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എടുക്കണം. സോർട്ട് ചെയ്തിട്ട് എടുത്തു. നിങ്ങളുടെ ഫസ്റ്റ് മാച്ച് ഫോർ ഇന്ത്യ അതെപ്പോഴായിരുന്നു? അത് 2000 കഴിഞ്ഞിട്ടാണ്. 2000 കഴിഞ്ഞിട്ട് അന്നേരം ഞാനെന്ന് വെച്ചാല് ഇത് പറഞ്ഞില്ലേ 4 കൊല്ലമായിട്ട് എനിക്ക് കിട്ടേണ്ട സംഗതി. ആ സമയത്ത് കിട്ടുമ്പോ അവിടെ ഇല്ലേ 30 പേര് 40 പേര് ക്യാമ്പിന്റെ ആൾക്കാർ, അവരെന്റെ ജൂനിയറാ. അപ്പൊ അവർക്കറിയാം ഇവരെന്തായാലും കളിക്കും. പിന്നെ എനിക്കറിയാം എന്നെ എടുക്കുമ്പോ എന്റെ പൊസിഷനിൽ ഇനി 2 പേരുണ്ട്, അവരൊന്നും അല്ല. അതുകൊണ്ട് നമ്മളവിടെ നല്ല ഹാപ്പിയാണ്. പക്ഷെ അത് എല്ലാരും എന്ന് വെച്ചാല് ഞാൻ കളിക്കും, ഞാൻ എന്നെ മെയിൻ 7 അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അതിനെ ഇതൊന്നും ഇതായിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല ഒരു ഇതെന്ന് വെച്ചാല് അന്നേരം മീഡിയ കവർ കുറവായിരുന്നു. ഓൺലി നാഷണലൈസ് മീഡിയ മാത്രം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ട. പക്ഷെ അന്ന് ഇന്ത്യയില് 3 പേരായിരുന്നു മാക്സിമം പേപ്പറിൽ വരുന്നത്. അത് ഒന്ന് എന്റേത്, രണ്ടാമത്തെ BC രമേശ്, മൂന്നാമത്തെ ഒരു ദിനേശ് എന്ന് പറഞ്ഞു ഡൽഹിയുടെ. ഈ പേപ്പർ എപ്പോഴും ഇന്ത്യയില് പിറ്റേന്ന വരുന്ന നമ്മളെ പേരാ. അതെനിക്ക് കാരണം നമ്മൾ ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ മെയിൻലി കളിക്കുന്നത്. അതുപോലെ തന്നെ അന്ന് ഫൈനൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ടീമാണ്. പാകിസ്ഥാൻ എന്ന് വെച്ചാല് 5 മിനിറ്റ് ആകുമ്പോൾ മാച്ച് ടൈറ്റ്. അന്ന് ബോണസ് ഉണ്ടായിട്ട കുറച്ച് ഒരു 2 കൊല്ലത്തേക്ക് ബോണസ് കട്ട് ചെയ്തു. അത് ഒരു റൂള് ചേഞ്ച് നോക്കാൻ വേണ്ടി. അന്നേരമാണ് ഈ ഏഷ്യൻ ഗെയിംസ് വരുന്നത്. അപ്പോഴേക്ക് നമ്മളെ റൈഡറെ അവര് വിടുന്നില്ല, ക്യാച്ച് ചെയ്യുന്നു. അവര് റൈഡറെ നമ്മൾ ക്യാച്ച് ചെയ്താലേ ഇവര് എൻട്രി ആവും. അന്നേരം ഞാൻ കോർണർ കളിച്ചോണ്ട് നമ്മൾ ക്യാച്ച് ചെയ്തു. നമ്മളെ പെർഫോമൻസ് അത് ഇന്ത്യ മൊത്തം ഇന്നും എല്ലാ ക്ലബ്ബുകാർ ഇന്ത്യയിൽ ഇന്നും അവരത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈവ് ഉണ്ടാന്ന് റീല് കാണും. പക്ഷെ അന്നത്തെ ആ ടൈമില് നിങ്ങളിപ്പം കുംബ്ല ക്ലബ്ബ് അവർ ആ ഫൈനല് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊരു അഭിമാനല്ലേ നാട്ടിലോട്ടെന്നല്ല, ലൈക്ക് മൊത്തം ഇന്ത്യയിലോട്ട് ഒരു അഭിമാനമാണ് പാകിസ്ഥാൻ ടീം. ഞാന് സർവീസ് എന്റെ യൂണിറ്റ് ആർമിന്റെ അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് എല്ലാ ഏരിയയിലും എനിക്കൊരു പേരുണ്ട്. അപ്പൊ ആ ക്ലബ്ബുകാർക്ക് ഒരു ഓർമ്മ, ഏഷ്യൻ ഗെയിംസ് ടീം, ഏഷ്യൻ ഗെയിംസ് ഒരു ഇമ്പോർട്ടന്റ് ഒരു ഫോട്ടോസ് അത് അവര് ഞാൻ ആ നാട്ടിൽ കളിക്കാൻ പോകുമ്പോ കൊണ്ടുപോയി കാണിക്കും. അപ്പൊ അത് ഇപ്പോഴും എനിക്കൊരു ഇത് തന്നെ. പിന്നെ എനിക്ക് മറക്കാൻ കഴിയാത്തത് എന്റെ നാട്ടിലുള്ള ഒരു റിസപ്ഷൻ. അതായത് എന്നെ നാട്ടിൽ വന്ന പിന്നെ എനിക്ക് റിസീവ് ചെയ്ത ആ ഒരു അത് ഇന്ന് ഞാൻ അറിഞ്ഞിട്ട് ഒന്നും ഉണ്ടായിട്ട. ഇന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കളിച്ചിട്ട് ജയിച്ചെങ്കിലും ഓക്കെ സിറ്റിയില്ല. ആ ഒരു ഇത് തലപ്പാടിന്ന് കുമ്പള വരെ ഉണ്ടായിരുന്നു, ഫുള്ള് ബ്ലോക്ക്. അതെന്റെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത, മറക്കാൻ പറ്റൂല. നിങ്ങൾ നേരത്തെ പറഞ്ഞു ലൈക്ക് ഞാൻ 4 കൊല്ലം വെയിറ്റ് ചെയ്തു ആ ഒരു ഇന്റർനാഷണൽ കോള് വരാൻ വേണ്ടിട്ട്. അപ്പം ആ ഒരു കോള് വരുമ്പം എനിക്ക് അത്രത്തോളം ഒരു ഇത് ഉണ്ടായിട്ട. ബിക്കോസ് ഫസ്റ്റ് തൊട്ട് തന്നെ യു ആർ ദ ടോപ്പ്, നല്ല പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് യു ഗോട്ട് ഇറ്റ് അൾട്ടിമേറ്റ്ലി. പക്ഷെ അവിടെ ലൈക്ക് പൊളിറ്റിക്സോ കാര്യങ്ങളോ കുറെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി നടക്കുമല്ലോ. അപ്പൊന്ന് വെച്ചാല് നമ്മള് അത്രത്തോളം ഒന്നും ചിന്തിക്കുന്നില്ല ആ സമയത്ത്. കാരണം നമുക്ക് കളി മാത്രം ഫോക്കസ് ഉള്ളത്. ഇത്ര അറിയാം, നമ്മളെ 1-2 നമ്മളെ സീനിയർ ഉണ്ട്, അവര് കളിക്കുന്നുണ്ട്. ചിലപ്പോ അത് കാരണം നമുക്ക് കിട്ടാതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഇപ്പോ നോക്കുമ്പോ ആ സമയത്ത് ചില അങ്ങനെയുള്ള ഒരു റെക്കമെൻഡേഷൻ ആ രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടായി കാണുമെന്നാണ് ഇപ്പൊ തോന്നുന്നു. ഇപ്പോഴായാലും ഇപ്പൊ നോക്കുമ്പം ലൈക്ക് ഇന്ത്യൻ ടീമിൽ കേരള സൈഡിന് അത്ര ആൾക്കാരില്ല. ലൈക്ക് സൗത്ത് സൈഡിന് നല്ലോണം കുറവല്ല, അല്ല നോർത്ത് ഈസ്റ്റ് ആണ്. ലൈക്ക് അതിന്റെ ഒരു ഇത് ബിക്കോസ് അവർ നല്ല ഫിസിക്കലി ഫിറ്റ് ആണോ, അതായിരിക്കും അതിന്റെ മെയിൻ റീസൺ സൗത്ത് സൈഡിന് ആൾക്കാരില്ലാത്തത്? സൗത്ത് സൈഡിന്റെ ആള് സ്പെഷ്യലി കബഡിയിൽ. കാരണം
അത് കറക്റ്റാണ്. കാരണം നമ്മള് കബഡിക്ക് എന്തായാലും ഫുള്ള് ഹെൽത്തി ആയിരിക്കും, അതിലൊരു ഡൗട്ട് ഇല്ല. കാരണം എല്ലാ കാര്യങ്ങളുണ്ട്. പവർ വേണം, സ്പീഡ് വേണം, വിത്തിൻ സെക്കൻഡില് ഐഡിയ വേണം. നമ്മൾ എത്ര പ്ലാൻ ആക്കുന്നുണ്ട് അത്ര നമ്മൾ സക്സസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അവന് കറക്റ്റ് ഫുഡ്, കറക്റ്റ് റെസ്റ്റ്, അതിന് അങ്ങനെ ഒരു ഫുഡ് ആവശ്യമുണ്ട്. അത് നോർത്തിലാണുള്ളത്. കാരണം അവര് കൂടുതൽ കൃഷിയാണ്. അപ്പോ ഓട്ടോമാറ്റിക്കലി ആ വീട്ടില് അവന് കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ സൗത്തിലോട്ട് വരുമ്പോ, സ്പെഷ്യലി കേരള ഇങ്ങനത്തെ ഒക്കെ ഇതിൽ വരുമ്പോ കൃഷിയൊക്കെ കുറവാ. പിന്നെ നമ്മളെ ഫുഡ് തന്നെ ഒരു വേറെ രീതിയിലാണ്. അതതിന്റെ എഫേർട്ട്. ഡയറ്റ് നല്ലോണം ഇമ്പാക്ട് ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ നോക്കിയൊരു സൈഡ് ആഫ്റ്റർ ദിസ് ബുസാന്റെ കളിയൊക്കെ കഴിഞ്ഞു പിന്നെ എത്ര ടൈം ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമില് നിങ്ങള്? ഇല്ല, പിന്നെ ഞാൻ ഒരു കൊല്ലം മാത്രമേ ഉണ്ടായത്. അത് കാരണം എന്ന് വെച്ചാല് അവിടെ ശരിക്കും പറഞ്ഞാല് അവിടെ ഒരു പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് പറയാം. കാരണം പൊളിറ്റിക്സ് എന്ന് വെച്ചാല് കോച്ച് അവര് വിചാരിക്കുന്നു ഇവര് ഏഷ്യാഡ് കളിച്ചു, ഇനി ഇവന് മതി, ഇനി ഇവന്റെ ജൂനിയറിലേക്ക് നമുക്ക് ഫോക്കസ് കൊടുക്കാം. അപ്പൊ പക്ഷെ ജൂനിയർ എന്ന് പറയുമ്പോ എന്റെ ഒരു കോമ്പറ്റീറ്റർ ആണെങ്കിൽ പ്രശ്നമില്ല, എന്റെ ഈക്വൽ പെർഫോമൻസ് ആണെങ്കിൽ പ്രശ്നമില്ല. എന്നെക്കാൾ 50% പെർഫോമൻസ്. കാരണം ഞാൻ അത്രത്തോളം ടോപ്പിലുണ്ട്. അന്നേരം അവര് അങ്ങനെ ഒരു ആ പ്രസന്റ് ഇല്ല. എന്റെ കോച്ച് അങ്ങനെ ഒരു അയാളെ മൈൻഡിൽ വന്നു. അത് എനിക്കറിഞ്ഞു. കാരണം അടുത്ത ഒരു ക്യാമ്പിൽ എന്ന് വെച്ചാൽ ആ സമയത്ത് എന്ന് വെച്ചാല് ക്യാമ്പ് മുംബൈ മീഡിയയിലോ അങ്ങനെ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യില്ല. ഡയറക്ടർ സെക്രട്ടറി അല്ലെങ്കിൽ ഡയറക്ടർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വരും. എന്ന് വെച്ചാൽ ചിലപ്പോ കോച്ചിനെ വിളിച്ചു പറയും നിങ്ങളുടെ ടീമിന്റെ ഇങ്ങനെ പ്ലേയേഴ്സിനെ അയക്കണം. അപ്പൊ ആ ഒരു സമയത്ത് എന്റെ പേര് ക്യാമ്പിലില്ല. ക്യാമ്പിൽ എന്ന് വെച്ചാൽ പേരൊന്നും വന്നില്ല, പക്ഷെ എന്നെ ക്യാമ്പിലേക്ക് അയക്കുന്നില്ല. കോച്ച് എന്നെ ക്യാമ്പിലോട്ട് അയക്കുന്നില്ല. അയക്കാത്ത സമയത്ത് ഞാനൊന്നും ചോദിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു 4-5 കൊല്ലം കളിക്കേണ്ട പ്ലെയർ എനിക്ക് ലേറ്റായി കിട്ടി. എന്നിട്ടും ഞാൻ ഇതിനൊന്നും വലിയ ഇതായിട്ട് കാണുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രയൽ കഴിഞ്ഞ ഉടനെ നമ്മളെ കബഡിയുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് അവര് മെസ്സേജ് കൊടുക്കുന്നു, ഇന്ന പ്ലെയർ ഇല്ല, എന്തുകൊണ്ട്? അപ്പൊ അവരെ വിളിക്കും. അടുത്ത പ്ലെയർ എനിക്ക് ആവശ്യമില്ല, ജഗദീശിനെ വിളിക്കുന്നവർ. അന്നേരം എനിക്ക് എന്റേതായ ഒരു ആ സമയത്ത് ചെറുപ്പത്താണ് എനിക്ക് തോന്നി ഞാൻ കോച്ചോടൊന്നും ഞാൻ വരുന്നില്ല. എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്തത്? ഞാൻ ടോപ്പായിട്ടുണ്ടാകുമ്പോ എന്നെ വേണ്ട. അത് അവിടെ ഒരു ചെറിയൊരു പൊളിറ്റിക്സ് അവരൊരു കളിച്ചു. പക്ഷെ അവർ റിക്വസ്റ്റ് ചെയ്തു, ഫോണിലായിരുന്നു റിക്വസ്റ്റ് ചെയ്തു, പ്ലീസ് വാ. പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട് നീ വരണം. പിന്നെ വേറൊരു പ്ലെയേഴ്സും ഉണ്ടായിരുന്നു അറിയാനുണ്ട്. അവനും അറ്റൻഡ് ചെയ്തില്ല, അവനും വരാൻ പറഞ്ഞു. ആ സമയത്ത് ചിലപ്പോ പറഞ്ഞില്ല എങ്ക് ബ്ലഡ് ആ രീതിയില് ഒരു മെന്റാലിറ്റി, ഞാൻ വരുന്നില്ല, എനിക്ക് മതി, ആ രീതിയിലായി. പിന്നെ നോർമലി നമുക്ക് ആരും സപ്പോർട്ട് ഇല്ല. കാരണം അവിടെ അതുകൊണ്ട് എല്ലാം നമ്മള് അച്ചീവ്മെന്റ് ചെയ്തിട്ട് തന്നെ നമ്മളതിലൊരു ആ ഒരു പെർഫോമൻസ് എടുത്തിട്ടാണ് നമ്മൾ അവിടെ പോയത്. അതുകൊണ്ട് ഞാൻ അന്ന് പോയില്ല. അന്നത്തോടെ ഞാൻ പിന്നെ ഇന്ത്യൻ ടീമിന്റെ ഇത് നിർത്തി. കാരണം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും നാഷണൽ കളിക്കും, പക്ഷെ ഇന്ത്യൻ ക്യാമ്പ് ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ കോച്ചിനോട് ചോദിച്ചു എന്താ വരാത്ത? അപ്പൊ പറഞ്ഞു വിളിച്ചായിരുന്നു, വന്നില്ല. അപ്പൊ അവിടെ അവന് വിചാരിച്ചല്ലോ അവന് വേണ്ടെന്ന്. പക്ഷെ എന്റെ ശരിക്കും ഇതെന്ന് വെച്ചാൽ ഞാനാണ് ട്രയലിന് പോണ്ടായിരുന്നു, എന്റെ പേര് പറഞ്ഞില്ല. അത് ആ ഒരു ടൈമിൽ നിങ്ങൾ ഏജ് എന്ന് പറയുന്ന ഏജ് എത്രയായിരുന്നു? ഏജ് ഒരു 27-28. ഓക്കെ, നല്ലൊരു പ്രൈം ടൈം ആയിരുന്നു. ടോപ്പ് ടൈം. ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാന് അവന്റെ ടോപ്പ് പെർഫോമൻസ് എന്ന് വെച്ചാൽ എബവ് 20, ഒരു ടോപ്പില്ലത് 30-32. 30-32ന്റെ ഉള്ളിലാണ് അവൻ മാക്സിമം ടോപ്പ് ഉള്ളത്. അതിൽ ഈ ടൈം എന്ന് വെച്ചാൽ പിക്ക് പീക്കാണ്.
എന്നിട്ട് നിങ്ങൾ കബഡി ഇന്ത്യൻ ടീം വിട്ടു, പിന്നെ നിങ്ങൾ സർവീസ് കണ്ടിന്യൂ ചെയ്തോ? പിന്നെ ഞാൻ നാഷണൽസ് കളിക്കുന്നുണ്ട്. ഓക്കെ. നാഷണൽസ് നിന്നാണ് ഇന്റർനാഷണലിലേക്ക് സെലക്ഷൻ. ഞാൻ നാഷണൽ വിട്ടിട്ടില്ല. ഞാൻ എന്റെ ടീമിന്റെ സർവീസ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് കളിക്കുന്നുണ്ട്, മെഡൽ വാങ്ങുന്നുണ്ട്. എന്നാലും ആ ടൈമിലും ലൈക് ഇന്ത്യൻ ടീമിന് കോൾ വന്നോണ്ടായി, ബട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്തു, ഇനി ഞാൻ കളിക്കൂല, എന്നെ അവോയ്ഡ് ചെയ്തോണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോ ഓൾറെഡി അത് പിന്നെ ആ പ്ലേയേഴ്സിന് അവര് എത്ര പെർഫോമൻസ് കൊടുത്താല് അവനില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തവനെ കൊടുക്കും സെലക്ടർ സെലക്ഷൻ സമയത്ത്. അല്ലെങ്കിൽ ബോർഡ് നമ്മളെ IKFI അമേച്ചർ കബഡി ഫെഡറേഷൻ ഓഫ് ഇന്ത്യന്റെ ആരാണ് അതിൽ മേലില്ലത് അവന് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത പ്ലെയർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത്രേ ഉള്ളൂ, ടോപ്പ് പെർഫോമൻസിന്റെ മുകളിൽ ഡിപ്പെൻഡ്. പക്ഷെ പ്ലെയേഴ്സ് ആര് വേണമെങ്കിൽ പോയാല് ഇന്ത്യൻ ടീം ജയിക്കാനുള്ള പ്ലെയേഴ്സ് ഉണ്ട്. എന്നിട്ട് ഓക്കെ, നിങ്ങൾ പറഞ്ഞ സർവീസസ് കളിച്ചു, എന്നിട്ട് നിങ്ങൾ എപ്പോഴാ ഇത് നിർത്തി? അത് കഴിഞ്ഞിട്ടാണ് പ്രോ കബഡി വന്നത്. അതായിരുന്നു ലൈക് യങ് ജനറേഷന്റെ അടുക്ക് ഒരു ഭയങ്കര ഒരു ഹിറ്റ് സംഭവം പ്രോ കബഡി. ആ ഒരു ടൈമിൽ നിങ്ങൾ ഫസ്റ്റ് ജയ്പൂരിന് വേണ്ടിട്ട് കളിച്ചു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ ജയ്പൂരിന് വേണ്ടി കളിച്ചതും ലൈക് അവരെ കോൾ വന്നതും. അത് ആക്ച്വലി സീസൺ ഫസ്റ്റ് പ്രോ കബഡി സീസൺ 1 ആ പ്രോ കബഡി തുടങ്ങുമ്പോ അതൊരു ചെറിയ ലെവലിലായിരുന്നു തുടങ്ങിയത്. ഒരു 12,80,000 എന്തോ അതില് ഓപ്ഷൻ ആയിരുന്നു. 60 lakhന്റെ ഒരു ബഡ്ജറ്റ് ആയിരുന്നു. നമുക്ക് ആ സമയത്ത് ആർമിയിൽ നമ്മൾ സർവീസ് ചെയ്യുന്ന ആർമിക്കാർക്ക് പെർമിഷൻ ഇല്ല പ്രോ കബഡി കളിക്കാൻ. അപ്പൊ അവിടെ ചീഫ് കോച്ച്, ആർമിയുടെ ചീഫ് കോച്ച് ഞാനായിരുന്നു. കോച്ച് കുറെ ഉണ്ട്, ചീഫ് കോച്ച് ഞാനായിരുന്നു. അപ്പൊ എല്ലാ പ്രഷർ എനിക്ക് ആർമി ഹെഡ് ക്വാർട്ടർ ഡൽഹി ബോർഡിൽ പോയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ടീം സാറെ പ്ലെയേഴ്സ് കുറെ കളിക്കേണ്ടതായിരുന്നു, എല്ലാവരും സർവീസസിന്റെ പ്ലെയർ ചാൻസ് ഇല്ല, അപ്പൊ എന്തെങ്കിലും ആക്കിയിട്ട് പെർമിഷൻ താ. അവരും ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല, അവരുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഒരു വർഷം പോയി. അപ്പൊ പുതിയ പ്ലെയേഴ്സിനൊക്കെ ടോപ്പ് പ്ലെയേഴ്സ്, അതായത് അവൻ നാട്ടിൽ നിന്ന് സർവീസസിൽ വരുന്നുണ്ട്, ആർമിക്ക് വരുന്നുണ്ട്, അവൻ ടോപ്പ്. അവനേക്കാൾ താഴെ നാട്ടിലെ ടോപ്പ് പ്ലെയർ ഓൻ പ്രോലി കളിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടാ അത്. അങ്ങനെ ആകുമ്പോ 2ാമത്തെ വർഷം ട്രൈ ചെയ്തു, പെർമിഷൻ കിട്ടി. പിന്നെയാണ് നമുക്ക് 3ാമത്തെ വർഷം കിട്ടുന്നത്. പക്ഷെ ആ 3ാമത്തെ വർഷം കിട്ടുമ്പോ അതിന് മുമ്പ് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഞാൻ സർവീസ് മതിയാക്കി, എനിക്ക് പെൻഷനബിൾ സർവീസ് ഓൾറെഡി ഉണ്ട്. ആ സമയത്താണ് ഞാൻ കുറെ 3-4 ടീം വിളിക്കുന്നുണ്ടായി. അപ്പൊ ഞാൻ ജയ്പൂരിൽ സൈൻ ഇട്ടു. അത് നമ്മൾ ഇന്റർനാഷണൽ പ്ലെയർ ഇങ്ങനെ ഒരു ഇത് നമുക്ക് മുമ്പേ ഓഫർ വരുന്നുണ്ടായി. 2 വർഷം പെർമിഷൻ ഇല്ലാത്ത കൊണ്ട് എനിക്ക് എവിടെ പോകാൻ കഴിഞ്ഞില്ല. 3ാമത്തെ വർഷം ഏതോ ഒരു ടീമിന് വേണ്ടിയിട്ട് ഞാൻ IKFI ആർമി അമേച്ചർ കബഡി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പെർമിഷൻ വാങ്ങുന്നു. സാർ എനിക്ക് ലീഗ് കളിക്കണം, അപ്പൊ എന്റെ പെർമിഷൻ NOC വേണം. അന്നേരം അത് കിട്ടിയപ്പാട് അറിഞ്ഞു, ജയ്പൂർ നമ്മളെ വിളിച്ചു, ഞാൻ അവിടെ സൈൻ ഇട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീസണിൽ ഞാൻ ഓൾറെഡി നാട്ടിൽ വന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി 6 മന്തിന്റെ ഇടയിൽ കളി തുടങ്ങി. അപ്പൊ ഓൾറെഡി ഞാൻ റിട്ടയർഡ് പ്ലെയർ ആണ്, കാരണം ഞാൻ ഏജ് കൂടുതലുണ്ട്. അങ്ങനെ ആ സെക്കൻഡ് ടൈമില്, അതായത് ഫസ്റ്റ് സീസൺ ഓപ്ഷനായി, സെക്കൻഡ് സീസൺ ഓപ്ഷൻ ഒന്നുമില്ല. 3rd സീസണ് ഞാൻ കളിച്ചു, ഓപ്ഷനില്ല. പക്ഷെ 4th സീസണിൽ വീണ്ടും ഓപ്ഷൻ തുടങ്ങി. ആ ഓപ്ഷൻ തുടങ്ങുമ്പോ സീനിയർ കുറെ പ്ലെയേഴ്സ് ഔട്ടായി. ഇവരാദ്യം ജൂനിയർക്ക് കുറെ ആളെടുത്തു. അങ്ങനെ പിന്നെ ഷോർട്ട് ലിസ്റ്റ് ആക്കുമ്പോ നമുക്ക് വേക്കൻസി കിട്ടിയിട്ടാ ഇമ്മീഡിയറ്റ്ലി 6 മന്തില്. അത് ഞാൻ പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും നമുക്ക് പ്രോന്റെ അത്ര വലിയ ഇതില്ല, കോച്ച് ഇന്നോ അല്ലെങ്കിൽ 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് കോച്ച് പോവാന്ന്. പക്ഷെ ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഈ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഇങ്ങനെ കോൾ വന്നു. അത് എനിക്ക് കോച്ചിന് വേണ്ടിട്ട് കോൾ വന്നു, ബംഗാൾ വാരിയേഴ്സ്. അതൊരു എന്റെ ലൈഫിൽ ഒരു എനിക്ക് എപ്പോഴും മറക്കാത്ത മൂമെന്റ് ആണ്. നിങ്ങള് ഇതിന്റെ മുമ്പ് ചോദിച്ചു ഇന്ത്യൻ ടീമിന്റെ ആ ഒരു കോൾ എങ്ങനെയായിരുന്നു. അതിനേക്കാളൊക്കെ എനിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് അത് തോന്നി. കാരണം ഇന്നത്തെ ട്രെൻഡ്സ് അല്ലെ, ഒരു പുതിയൊരു ഇവന്റ്, ഒരു പ്രോ കബഡി, അതിൽ നമ്മള് ഓൾഡ് പ്ലെയേഴ്സ് വീണ്ടും ഒരു കളിക്കാൻ ഒരു അവസരം കഴിഞ്ഞു. എന്നാലും അവിടെ ചാൻസ് കുറവായിരുന്നു. കിട്ടിയ കളി കളിച്ചു, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഫസ്റ്റ് സീസൺ കിട്ടിയായിരുന്നെങ്കിൽ എന്റെ ഒരു വിശ്വാസം ഞാൻ ക്യാപ്റ്റൻ ആയിട്ട് ഒരു 4-5 കൊല്ലം കണ്ടിന്യൂ ചെയ്തേനെ, ടീമിനെ ലീഡ് ചെയ്തേനെ. ആ കപ്പാസിറ്റി എന്റെ ഉണ്ടായിരുന്നു.
അത് കിട്ടാതെ കൊണ്ട് മൂന്നാമത്തെ സീസണിൽ പെട്ടെന്ന് കളിക്കുന്നു, പിന്നെ അതോടെ നമ്മൾ നിർത്തുന്നു. അങ്ങനെയുള്ള സമയത്ത് ഒരു കോച്ചിന് ഇമ്മീഡിയറ്റ്ലി സ്പോട്ടിൽ വിളിക്കുമ്പോ അതെന്റെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അത് എനിക്ക് ലാൻഡ് ഫോൺ എന്നാണ് കോൾ വരുന്നത്. അത് മഹാരാഷ്ട്ര ബേസ് മുംബൈ നിന്നാണ് കോള്. അപ്പോ ഫസ്റ്റ് ചോദിച്ചത് തന്നെ, നിങ്ങള് നമ്മളിങ്ങനെ കോച്ചസിനെ നോക്കുന്നുണ്ട്, അപ്പോ ബംഗാൾ വാരിയേഴ്സിനാണ്, അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ? ഒരു ഇതിന് എന്ത് മറുപടി ഇല്ല. അങ്ങനെ അതൊരു സംഭവം തന്നെ. എന്നിട്ട് ഞാൻ 2 മാസം അവര് എന്നെ 2-3 പ്രാവശ്യം ഇന്റർവ്യൂവിന് വിളിച്ചു, ഫൈനലാക്കിയില്ല. പക്ഷെ എല്ലാ ഇന്റർവ്യൂവും ഞാൻ ഒരു നോർമലായിട്ട് ഫേസ് ചെയ്തു. കാരണം എനിക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പായിരുന്നു. രണ്ടാമത്തത് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തെങ്കിലും എനിക്ക് കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് ലാസ്റ്റ് ഒരു വിശ്വാസം കൊടുത്തു നമ്മൾ, അതായത് കോച്ചസ് ഇനിയും ഉണ്ട്. അങ്ങനെ ആ രീതിയിലാണ് അത് പോയത്. അത് പിന്നെ ഞാൻ അവിടെ നല്ല പെർഫോമൻസ് കൊടുത്തു. അത് നല്ല ടീമായിരുന്നു. അത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നിങ്ങള് ജയ്പൂരിൽ കളിക്കുമ്പോൾ ഞാന് അപ്പം ഫേസ്ബുക്ക് ഒക്കെ ഭയങ്കരമായിരുന്നു. ഞാൻ മെസ്സഞ്ചറിൽ ഫസ്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നത്, ലൈക്ക് അപ്പൊ ഒക്കെ ഇങ്ങനെ വലിയ വലിയ പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ മെസ്സേജ് അയക്കും. അപ്പൊ നിങ്ങൾ റിപ്ലൈ ഇട്ടു. എന്നിട്ട് ദാറ്റ് വാസ് ദാറ്റ് മൂമെന്റ്. അതൊക്കെ പെട്ടെന്ന് റീകോൾ ആയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബംഗാൾ വാരിയേഴ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊരു ട്രാൻസിഷൻ തെലുഗുലോട്ട്. ബംഗാൾ കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇല്ല, ആക്ച്വലി ആ സമയത്തൊക്കെ ഇതല്ലേ ലോക്ക്ഡൌൺ അതൊക്കെ പറഞ്ഞു, അങ്ങനെ കുറച്ച് ഗ്യാപ്പായി. പിന്നെ തെലുഗിന് പോയതെന്ന് വെച്ചാല് അവരെന്നെ ലോങ് ടൈമിലേക്ക് എടുത്തതാ. ഒരു മിനിമം ഒരു 5 years. പക്ഷെ എനിക്ക് അവിടെ ഒരു 2 കൊല്ലം ഇത് എനിക്ക് അവിടെ ഇത് കോച്ചിങ് ചെയ്യാൻ അവസരം കിട്ടിയത്. അത് ചില മാനേജ്മെന്റ് ചില ഒരു ചെറിയൊരു നമുക്കുള്ളിൽ ഒരു ചെറിയൊരു ഇത് നമ്മൾ വിചാരിച്ചപ്പോൾ നടന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്നും ഞാൻ ആ ടീം ഇന്നും നമ്മളെ എന്തുണ്ടെങ്കിലും നമ്മളെ ഒരു അത് ഇപ്പോഴും നമ്മളെ കോച്ചായിട്ടുള്ള ആ എല്ലാ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഇല്ല പോലെയാണ് ഞാൻ ഉള്ളത് ടീമില്. പക്ഷെ 2 വർഷം എനിക്ക് അതിന് കോച്ചിങ് കൊടുക്കാൻ കഴിഞ്ഞത്. അത് ലോങ് ടൈമിന് എടുത്തതാണ്. ഏതൊരു കാരണത്തിൽ പിന്നെ ഞാൻ ബ്രേക്ക് ആയി. എന്നിട്ട് അവിടെ ആ കോച്ചിങ് ജേർണി ഒക്കെ കഴിഞ്ഞു. അവിടെ പ്രോ കബഡിയിൽ ഒരു ലൈക്ക് വലിയൊരു കോച്ചായി. എന്നിട്ട് നാട്ടിലോട്ട് വന്നു. അപ്പൊ നിങ്ങള് ലൈക്ക് കുംബ്ലയിലുണ്ടായി, പിന്നെ വേറെ എവിടെയെങ്കിലും പോയായിരുന്നോ? ലൈക്ക് ഫാമിലി ഷിഫ്റ്റ്? കുംബ്ലയിന്ന് ഡയറക്റ്റ് മീപ്പൂരി. എന്നിട്ട് നിങ്ങൾ അവിടെ അശോക് നഗറിൽ ഫസ്റ്റ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറിയൊരു രീതിക്ക് കോച്ചിങ് തുടങ്ങി. അതൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് നിങ്ങളെ കൂടെ വന്നായിരുന്നു അവിടെ. പിന്നെ ആ ഒരു തുടങ്ങാനുള്ള ഒരു കാരണം? അതെന്തെന്ന് വെച്ചാല്, ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇപ്പൊ ഒരു 10 കൊല്ലം ബാക്ക് ഞാൻ വരുമ്പോക്കെ എല്ലാരും നാട്ടില് സാർ ഇനിയിപ്പോ ഇവിടെ കബഡി ബന്ധായി, എല്ലാ ടീമും ഇല്ല, പിന്നെ ആരും നല്ല കോച്ചില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഈ രീതിയിലൊക്കെ തുടങ്ങി. അപ്പൊ വീട് വരെ വരാൻ തുടങ്ങി റിലേഷൻഷിപ്പിലും. ഞാൻ പറഞ്ഞ എന്ത്, അപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈടെ കോച്ചിങ് വരണം, ആടെ കോച്ചിങ്. ഞാൻ പറഞ്ഞ അതൊന്നും നമുക്ക് സമയം ഇല്ല, അതിനൊന്നും വരാൻ കഴിയില്ല. അന്നേരമാണ് എന്റെ ഫ്രണ്ട് സുനിൽ അവര് പറഞ്ഞു, പിന്നെ അശോക് നഗർ എന്ന് പറഞ്ഞാല് ഞാൻ കോളേജിൽ പോകുമ്പോ തന്നെ അവിടേക്ക് ഞാൻ പോവായിരുന്നു. അവിടെ തന്നെ ഞാൻ കോളേജിൽ പോകുമ്പോ അവിടെ ഇരിക്കും, കളീന്റെ സമയത്തൊക്കെ വരും. പിന്നെ അവര് നമ്മളെ ടീമിൽ കളിക്കാനും വരും, നമ്മൾ അങ്ങോട്ട് പോകലുണ്ട്. അപ്പൊ ഞാൻ ആ റിലേഷൻ വെച്ചിട്ട് ഞാൻ എന്താക്കി, ഇങ്ങനെ പറയുമ്പോ അവർ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ ആക്ച്വലി അപ്പൊ കളി വിടുന്ന സമയം ഓൾറെഡി കോച്ച് ഞാൻ NS ഡിപ്ലോമ ഒക്കെ ചെയ്തതാ കോച്ചിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ അപ്പൊ കോമൺ ആയിട്ട് തുടങ്ങി. അതായത് അവിടെ തുടങ്ങി, ഇനിയിപ്പോ ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അവിടെ വരട്ട് അത് കോച്ചായി. പക്ഷെ അങ്ങനെ തുടങ്ങുമ്പോ കുറെ കുട്ടികൾ വന്നു, പിന്നെ നമ്മൾ മെല്ലെ മാറ്റ് എടുത്തു. പക്ഷെ മാറ്റ് അതെപ്പോഴും ഓപ്പൺ ഗ്രൗണ്ടിൽ സക്സസ് അല്ല, അതുകൊണ്ട് അത് സ്ലിപ്പാവും ചില സമയത്ത്. അങ്ങനെ എന്താക്കുന്ന കുറച്ച് സമയം അവിടെ പോയി, പിന്നെ ഒരു നല്ല സ്ഥലം നോക്കുന്നുണ്ട്, അതായത് മാറ്റ് വെക്കാൻ. അങ്ങനെയാണ് നമ്മൾ ബിന്ദുന്റെ മുകളില് ബിന്ദു ജുവല്ലറിന്റെ ഇതില് അവിടെ തുടങ്ങി. അവിടെ തുടങ്ങിയപ്പോ അവിടെ സ്പേസ് കുറവായി. അവിടെ ഒരു ചെറിയ ലെവലിൽ ടൂർണമെന്റ് വെക്കാനോ ആണില്ല, പിള്ളേർക്ക് ശരിക്കും മാറ്റ് ഇട്ടിട്ട് കളിക്കാനാണ്. പിന്നെ 3rd ഫ്ലോറില് കുറെ പ്രോബ്ലംസ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവിടെയൊക്കെ നോക്കി ശരിയാവാത്തപ്പോ ഈ കുമ്പളലോട്ട് വീണ്ടും കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ കുമ്പളൽ തന്നെ ആയിക്കോട്ടെ, ഇത് ഇവിടെ വരെ ഇപ്പൊ ഞാൻ പറയുമ്പോ കുമ്പളൽ എന്ന് പറയാം.
നായിക്കാപ്പാണെങ്കിൽ കുമ്പള എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ തുടങ്ങിയത്. നിങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് കുമ്പളേന്ന്. ഇവിടെ അപ്പോ ഒരു 4-5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതേ 2016 തുടങ്ങിയത്. ഇത് 26 വരുന്നു. ഈ 26 സെപ്റ്റംബർ ആകുമ്പോ നമ്മളിത് 10 വർഷമായി ജയിക്ക് തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ നല്ല ഗ്രാൻഡ് ആയിട്ട് ചെയ്യണമെന്ന് നമ്മളിപ്പോ അതിന്റെ ഇതിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതെന്തായാലും നല്ല രീതിയിൽ നടത്തും. അപ്പോ ഇത്ര കൊല്ലത്തില് അതിൽ സക്സസ് എന്ന് വെച്ചാല് നാട്ടില് എല്ലാ ക്ലബുകളും ഇപ്പൊ വീണ്ടും തുടങ്ങി. ഏതെങ്കിലും രീതിയിൽ ആ പിള്ളേരൊക്കെ ഇവിടെ പഠിച്ചു. പിന്നെ അവർക്ക് ആ ഇൻട്രസ്റ്റ് ആയി, സീനിയർ സപ്പോർട്ട് കൊടുത്തു. അപ്പൊ നമ്മളെ എയിമും എനിക്ക് തോന്നുന്നു ആ ഒരു 10 കൊല്ലത്തില് ഇന്ന് കബഡി വീണ്ടും 10-15 കൊല്ലത്തേക്ക് കാസർഗോഡിൽ ഉണ്ടാവും. കാരണം ഉദുമെന്ന് അങ്ങോട്ടായിരുന്നു അപ്പൊ കബഡി ഉള്ളത്. നമ്മൾ ഉണ്ടാകുമ്പോ ഉദുമെന്ന് ഇങ്ങോട്ടാണ് നമ്മൾ കബഡി. കാസർഗോഡ്, മഞ്ചേശ്വര, കുമ്പള എന്നാണ്. അത് വീണ്ടും വന്നു. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് കബഡി. ഇപ്പൊ ഈ 10ാമത്തെ വാർഷികം കഴിഞ്ഞിട്ട് ഇൻ ഫ്യൂച്ചറിൽ എങ്ങനെയെന്നറിയില്ല. ഇപ്പൊ എല്ലാവരും അവരവരെ ക്ലബിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കുറച്ച് പിള്ളേർ അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പിൽ പോകാൻ വേണ്ടിയിട്ടുള്ളവരിവിടെ വരുന്നുണ്ട്. പിന്നെ എന്റെ അടുത്ത് ഇന്ന് ഈ അക്കാഡമി റെസിഡൻഷ്യൽ ആയത് പിന്നെ എന്റെ അടുത്ത് ഇഷ്ടം പോലെ അതർ സ്റ്റേറ്റുകാരുണ്ട്. അവര് നാട്ടിൽ പഠിക്കുന്ന ഇവിടെ കബഡി കളിക്കുന്നു. അതേ രീതിയിൽ നമ്മള് കുറച്ച് പിള്ളേരെ കോളേജിന്റെ ത്രൂ നമ്മൾ അണ്ടറിൽ വെച്ചിട്ട് നമ്മൾ അവരെ എഡ്യൂക്കേഷൻ ഒക്കെ നോക്കുന്നു. നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറേ ഫോട്ടോകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വന്നിട്ട് പഠിച്ചു പോയ കുറേ പേരുണ്ട്. ഇപ്പം വേറെ വേറെ വലിയ വലിയ ടീമില് സ്റ്റേറ്റ്, നേഷൻ എല്ലാം കളിച്ചായിരുന്നു. അപ്പം ആ ഒരു സന്ദർഭം ലൈക്ക് ഒരു കോച്ച് എന്നൊരു നിലയിൽ ആ ഒരു ഹാപ്പിനെസ് കാര്യങ്ങൾ കിട്ടും. ഒരു പ്ലെയർ ആയിട്ടുണ്ടാവില്ല, ബട്ട് ഇത്രയൊക്കെ കുട്ടികൾ തന്നെ കോച്ച് കൊടുത്തിട്ട് അവർ ഈ ഒരു ലെവലിലേക്ക് എത്തി. തീർച്ചയായിട്ടും അത് എന്തായാലും മനസ്സിലുണ്ട്. അതിന് നമ്മള് നല്ല രീതിയിൽ തന്നെ നമ്മളെ മനസ്സിലുണ്ട്. കാരണം എന്തെന്ന് വെച്ചാല് കാസർഗോഡ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ ജനറേഷൻ നമുക്കൊരു സ്പോർട്സിലായിട്ട് നല്ലൊരു ഇപ്പൊ കബഡി ഇത്ര വലിയ അച്ചീവ്മെന്റ് അറ്റ്ലീസ്റ്റ് ഒരു നാഷണൽ ഇവന്റ് അറ്റൻഡ് ചെയ്യുന്ന നമ്മളെ സ്റ്റുഡന്റ്, അതും നമ്മളവിടുത്തെ ഒരു 10 സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ മാക്സിമം സ്റ്റുഡന്റ് അവരെങ്ങനെങ്കിൽ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ സ്കൂൾ ലെവലോ അല്ലെങ്കിൽ അസോസിയേഷൻ ലെവലിൽ നാഷണൽ കളിക്കുന്നു. അത് നമ്മളെ പെർഫോമൻസ് തന്നെ. ആ കുട്ടികൾ കഷ്ടപ്പെടുന്നത്, നമ്മൾ ഇനി എഫേർട്ട് ഇടുന്നത്. സെയിം ടൈം ഇന്ന് പ്രോ എന്ന് പറയുമ്പോൾ ഒരു 5-10 കുട്ടികൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ സ്റ്റുഡന്റ് പോയിട്ടുണ്ട്. കേരളത്തിന്റെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് സാറിന്റെ സ്റ്റുഡന്റ് ഇവര് പോയി. അതർ സ്റ്റേറ്റിൽ നിന്ന് എന്റെ അടുത്ത് പഠിച്ചിട്ട് പോയതുണ്ട്. ഇപ്പൊ തന്നെ റീസെന്റ് എന്റെ ഒരു ചെക്കൻ മധ്യപ്രദേശത്തിൽ ലാസ്റ്റ് ഇയർ പോയി. അപ്പോ ഇങ്ങനെ അറിയാണ്ട് നാട്ടുകാർക്ക് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയാതെ കുറെ പിള്ളേർ ഇവിടെ പഠിച്ചിട്ട് ഈടുന്ന അവര് പ്രൊഫഷണൽ. കാരണം ഇന്ന് പ്രോ കബഡി എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ലീഗാണ്, IPL പോലെ. അവിടെ കുറെ ആൾ പോയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാരും നമ്മള് ഇവിടെ അവര് നമ്മളെ സ്റ്റുഡന്റ് അല്ലെങ്കിൽ നമ്മളാണ് അവര് പ്രോയിലേക്ക് എത്തിച്ചതെന്ന് നമ്മ ഇവിടെ അറിയിക്കുന്നില്ല. പക്ഷെ ഡീപ്ലി നമ്മളടുത്ത് ലോങ് ടൈമില്ല കുറച്ച് കുട്ടികളെ മാത്രം നമ്മളിവിടെ അറിയിക്കുന്നത്. ഇതെന്റെ കുട്ടി അല്ലെങ്കിൽ നാട്ടുകാർക്ക് അറിയാം. അപ്പൊ നമുക്ക് നല്ല സന്തോഷം തന്നെ. കാരണം നമ്മളെ കുട്ടികൾ പ്രോയില് കളിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ അത്ര പെർഫോമൻസ് വേണം. അത് തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ ഇനി നമ്മളെ എയിമോ തന്നെ ഇനി അതുപോലെ കുറച്ച് കുട്ടികൾ ജോബിലേക്ക് പോയി, ജോലി വേറെ വേറെ രീതിയിൽ സ്പോർട്സ് കോട്ടവും അല്ലാണ്ട് ഇവിടെ കബഡി പഠിച്ചു. പക്ഷെ അവര് നോർമൽ ജനറൽ കാറ്റഗറിയിൽ അവർ ജോബിൽ പോയി. കുറച്ച് ആൾക്കാർ സ്പോർട്സിൽ പോയി. ഇതൊക്കെ നമുക്ക് ആ റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു അച്ചീവ്മെന്റ് നല്ല രീതിയിൽ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതിപ്പോ നമുക്ക് നിർത്താൻ കഴിയുന്നില്ല, കണ്ടിന്യൂ ആക്കേണ്ടി വരും. പക്ഷെ നേരത്തെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ലൈക്ക് ഇവിടെ ഇപ്പം വരുന്ന സ്റ്റുഡൻസ് ലൈക്ക് യു ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്, അങ്ങനെ ഒന്നും വാങ്ങിക്കൂല. പക്ഷെ ഇത് നടത്തണമെങ്കിൽ കുറെ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരിപ്പം കുറച്ചുപേര് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരാ സ്റ്റേയും കാര്യങ്ങളൊക്കെ അതായത് നമ്മള് ഇവിടെ ഒരു കോച്ചിങ് ഫീസ് ആയിട്ട് ഞാൻ സ്റ്റുഡൻസിനോട് വാങ്ങാറില്ല. പക്ഷെ അതേ സെയിം ടൈമും നമുക്ക് ലോക്കൽ സ്റ്റുഡന്റ് ആണെങ്കിൽ ഇവിടുത്തെ മെയിൻ്റെനൻസ് ഫീസ് ആ രീതിയിൽ അവരോട് അവരുടെ പേരൻസിനോട് എന്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം ഒരു 1000 രൂപ വരെ എന്തെങ്കിലും ഒരു മന്ത്ലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ
ഇത് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഇത്ര മാറ്റ്, അതെ ജിം ഫെസിലിറ്റി എല്ലാം ഇവർക്ക്, ഡ്രസ്സിംഗ് റൂമും ബാത്റൂം എല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ എക്സ്പെൻസ് ഉണ്ട്. നമുക്ക് ലൈറ്റ് ഇടണം. അതല്ലാണ്ട് നമ്മൾ വേറെ കോച്ചിങ് ആയിട്ട് ഒന്നും ഫീസ് ഒന്നും വാങ്ങാൻ ആ രീതിയിൽ എനിക്ക് തോന്നിയിട്ട. രണ്ടാമത്തത് ഹോസ്റ്റൽ എന്ന് വെച്ചാൽ ഇവിടെ ദൂരത്ത് നിന്നില്ല താമസിക്കുന്ന പിള്ളേർ അവരവരെ ഫുഡിന്റെ പൈസ അടച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അവരോടും നമ്മൾ കോച്ചിങ് ഫീസ് വാങ്ങുന്നില്ല. കാരണം നമ്മൾ കോച്ചിങ് ഇവിടെ ഒരു കബഡി, സ്പെഷ്യലി കാസർഗോഡ് കബഡി കുറച്ച് ആർക്കെങ്കിലും അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ ഇനിയും നമ്മളെ ഹെൽപ്പിൽ ഓനെ ഇടങ്ങി എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ നല്ല പ്ലെയർ ആവണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെന്ന് നമ്മൾ ഇനി ഇറങ്ങിന. കാരണം കബഡി മാക്സിമം മിഡില് ഇതിലെ കുട്ടികളെ വരുന്നത് അവരെ പേരൻസ് അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് നമ്മ അത് അറിഞ്ഞിട്ട് ഇതിനെ ആ പ്രൊഫഷണൽ ആ രീതിയിൽ കൊണ്ടുപോകാൻ കഷ്ടം. അപ്പോൾ നമ്മൾ കബഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കബഡി എന്ന് പറഞ്ഞിട്ട് അറിയുന്ന കൊണ്ട് നമുക്ക് കഷ്ടപ്പെട്ടിട്ട് കുറെ നേടാൻ കഴിഞ്ഞു. അതിൽ ഫൈനാൻസിൽ ചിലപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് അല്ലെങ്കിൽ അക്കാഡമിയിൽ കുറച്ച് ചിലവാക്കേണ്ടി വരുന്നു. അത് ഞാൻ ആ രീതിയിൽ തന്നെ നമ്മളൊരു ഇതായിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നു. അത് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അത്രത്തോളം പോകാൻ തീരുമാനിച്ചു. ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും ഒരു ചോദ്യം, ലൈക്ക് നാളെ എനിക്ക് JK കൂടണം, എനിക്ക് ജോയിൻ ചെയ്യണം, അതിന്റെ ക്രൈറ്റീരിയാസ് ഒന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും കുറച്ചും കൂടി എളുപ്പമായിരുന്നു. JK സ്പെഷ്യലി ഒരു സ്പോർട്സ്മാൻ ആയിട്ട് മുമ്പിലോട്ട് പോണം, ഞാനൊരു കബഡി പ്ലെയർ ആയിട്ട് പോണം എന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റുഡന്റ് അവൻ ഇവിടെ വരുന്ന ആ ഒരു സ്കൂൾ ടൈമിന് ശേഷം 12th വരെ അവൻ സ്കൂൾ ആടെ പഠിക്കും, അല്ലെങ്കിൽ 10th വരെ. 10th മുകളിൽ നമ്മള് അവൻ ഇഷ്ടമുള്ള സ്കൂളിലേക്ക് നമുക്ക് ട്രൈ ചെയ്യാം. ഇഷ്ടമുള്ള സ്കൂളിലേക്ക് നമ്മ ആക്കും. എന്നിട്ട് അവൻ നമ്മളവിടെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിയറസ്റ്റ് സ്കൂൾ +1 +2, കാരണം ഇവിടെ തന്നെ പഠിക്കണം. അപ്പോ അവന്റെ പേരൻസ് അവർക്ക് ഇവിടെ സ്കൂളുമായി ഇവിടെ ഇത് കോച്ചിങ്ങുമായി. അതേപോലെ അവൻ പിന്നെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് പ്രൊഫഷണൽ ആയിട്ട് പോകേണ്ടത് കബഡി. അവന്റെ എയിം കബഡിയിൽ എന്തെങ്കിലും ഇത് സക്സസ്, അപ്പൊ ജോബ് ആയിരിക്കും കബഡിയിൽ തന്നെ. അല്ലെങ്കിൽ അവൻ കബഡിയിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ട് പോകണമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മള് അവനെ നമ്മളേതായ അണ്ടറിലുള്ള കോളേജിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വിടും. അപ്പൊ അവൻ ഇവിടെ താമസിച്ചിട്ട് കോച്ചിങ് എടുക്കാം. അതേ സെയിം ടൈമിൽ അവൻ സ്പോട്ടിൽ ഇമ്മീഡിയറ്റ്ലി ഈ +2 അല്ലെങ്കിൽ ഡിഗ്രി വരുന്ന സമയത്ത് അവന് ഔട്ട്സ്റ്റാൻഡിങ് ടാലന്റ് അവൻ്റെ ഉണ്ട്. അവൻ്റെ കഴിഞ്ഞെന്ന് വെച്ചാൽ അവന്റെ എഡ്യൂക്കേഷനും അവന്റെ മൊത്തം അവന്റെ എന്താ പറയുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാ എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഫ്രീ ആക്കിയിട്ട് അവന് ചാൻസ് കൊടുക്കുന്നു. ഇപ്പം പണ്ട് തൊട്ടേ ലൈക് പാരന്റ്സിന് ഉണ്ടാവും നല്ല പഠിക്കണം, പഠിച്ചിട്ട് അതിൽ തന്നെ പോണം. ബട്ട് കലാപരമായി നോക്കുമ്പം അവൻ കബഡി നല്ല ടാലന്റഡ് ആയിട്ടിരിക്കും. അവർക്ക് നിങ്ങൾ എന്താ ഒരു സജഷൻ കൊടുക്കും? ലൈക്ക് ഒബ്വിയസ്ലി പാരന്റ്സ് പറയും പഠിക്കട്ട്, ഇത് കളിച്ചിട്ട് എന്താ കിട്ടുന്നത്. പക്ഷെ കളിച്ചിട്ട് കുറെ പേർക്ക് സ്പോർട്സ് കോട്ടയിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു കുറെ പേര് ഇവിടെ വന്ന ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ടാവും. അല്ല, അതിന് ഞാനൊന്നുമില്ല. അവന്റെ സ്കൂൾ ലെവലില് അവൻ ഒരു സ്പോർട്സ് സ്പെഷ്യലി ഒരു സ്പോർട്സ് അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ഇവന്റിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ സ്കൂൾ ലെവലിൽ അവൻ ചെയ്യുമ്പോൾ 100% അവന് സ്കൂളിൽ എഡ്യൂക്കേഷന്റെ മുകളിൽ അത്ര എഫേർട്ട് ഇടേണ്ടി വരും. അതിട്ടെങ്കിൽ അവന്റെ ഫ്യൂച്ചർ ഈസി ആവും സ്പോർട്സ് കോട്ട. ചിലപ്പോ അവൻ അതിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അവൻ സക്സസ് ആയെങ്കിൽ അവൻ അടുത്ത് വരുന്നത് അവന്റെ ഡിഗ്രി അതിന്റെ മുകളിൽ ഡിപ്പെൻഡ് ആണ്. അവൻ ഞാൻ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഞാൻ IAS IPS ആവണം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് അവന് സെക്കൻഡ് ആയിട്ട് എടുക്കാം ജോബ്, അതായത് സ്പോർട്സ്. അതേ സമയത്ത് അവൻ +2 കഴിയുന്ന സമയത്ത് അവൻ സ്കൂൾ, നാഷണൽ സ്കൂൾ, അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ വേണമെങ്കിൽ അവനവിടെ പേരൻസ് അവന് സപ്പോർട്ട് ചെയ്യാം. കാരണം അവൻ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ശരി 3 ഇയർ അവൻ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ട് അവൻ ഡിഗ്രി ആക്കുന്നുണ്ട്. എന്നിട്ട് സക്സസ് ആണെങ്കിലും ഇല്ലെങ്കിൽ അവന്റെ ആ ഡിഗ്രിന്റെ കൂടെ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി കളിക്കും, അതിന്റെ കൂടെ അവൻ ജോബിലേക്ക് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ അവന്റെ ജോബ്
ഒന്നുമില്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഓക്കെ. കുറേ ഉണ്ടല്ലേ, സ്പോർട്സ് മാനേജ്മെന്റ്, എന്ത് അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതെല്ലാം ഉണ്ടല്ലോ. അതിനൊക്കെ അവന് പോവാനായി, അവൻ ആ രീതിയിൽ അവൻ ജോബിലേക്ക് പോവാം. പക്ഷെ നമ്മള് +2 വരെ നമ്മളോടൊന്നും ടാലന്റ് ഇല്ല, നമുക്കുണ്ട്, കളിക്കണം എന്നുണ്ട്, കളിയുണ്ട്, നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ നാഷണൽ ലെവലിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ അവർ തന്നെ പ്ലേയേഴ്സ് തന്നെ ആലോചിക്കുക എനിക്ക് കുറച്ച് ടഫാണ്. അപ്പൊ എനിക്ക് ഈ ഫീൽഡ് നല്ലത്, നമ്മൾ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ആവാം, അല്ലെങ്കിൽ IAS ആവാം, അല്ലെങ്കിൽ IPS ആവാം, ഈ രീതിയിൽ പഠിച്ച് നോക്കാം. അല്ലാണ്ട് നമ്മളൊരു ടാലന്റ് എഡ്യൂക്കേഷൻ്റെ ഇത് ഇല്ല, ഇതും ഇല്ല എന്ന് പറഞ്ഞാല് പിന്നെ ഇങ്ങോട്ട് വന്നെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നല്ലൊരു കോച്ചിന്റെ അണ്ടറിൽ നിൽക്കേണ്ടി വരും. അതും ഒരു അക്കാഡമി തന്നെ നിൽക്കണം. നമ്മളിങ്ങനെ ഒരു ക്ലബായിട്ട് നിന്നെങ്കിൽ ഒരിടത്ത് എത്തണമെന്ന് ഒന്നും പറയാൻ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ചോദിക്കാൻ, ലൈക്ക് കബഡി കുറച്ച് മുന്നേ നല്ല ഫേമസ് ആയിരുന്നു, പിന്നെ കുറച്ച് ഡൗൺ ആയി, ഇപ്പൊ നല്ലോണം ഒരു ലെവലിൽ. ഫ്യൂച്ചർ ഓഫ് കബഡി? ഞാൻ കേരളത്തിനെ വെച്ചിട്ട് പറയുമ്പോ നമ്മൾ കുറെ ബാക്കിലാണ്. നമ്മളോട് എല്ലാവരോടും ടാലന്റ് ഉണ്ട്, പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഡയറ്റ്, രണ്ടാമത് നമ്മളെ പാരന്റ് സപ്പോർട്ട്, അത് കുറച്ച് പ്രോബ്ലമാണ് കേരള കബഡിക്ക്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ കബഡിക്ക് സപ്പോർട്ട് ഉണ്ട്, പക്ഷെ അത് ഒരു ലിമിറ്റാണ്. അത് അത് സ്റ്റേറ്റ് ഇന്റർനാഷണൽ ലെവലിൽ പോകുമ്പോ അതൊന്നുമില്ല. പക്ഷെ അത് സെയിം സമയത്ത് ബാക്കി ഗെയിംസ് കേരളത്തിൽ ഫുട്ബോൾ ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും ബാസ്കറ്റ്ബോൾ ആണെങ്കിലും ചിലപ്പോ പാരന്റ്സ് വേറെ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ കബഡിനെ പറ്റി കേരളത്തിന്റെ പറയുമ്പോ കബഡി കുറേ ബാക്ക്, അതിന് നമ്മള് കുറേ കാര്യങ്ങള് കബഡിക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് ഈ നമ്മളെ ഈ കബഡിന്റെ ഒരു സിസ്റ്റം അങ്ങനെ പോയത് കൊണ്ട് അത് അവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നുണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം, ഡെവലപ്പ് ആവണം. അതിനുള്ള സപ്പോർട്ടൊക്കെ ഇപ്പൊ കൂടുതലൊന്നുമില്ല, സപ്പോർട്ട് കുറവാണ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ കാസർഗോഡ് വെച്ചിട്ട് കബഡി നല്ലതാണ്, പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് ആ ഒരു ലെവലില്ല. അവസാനമായിട്ടൊരു ചോദ്യം, നിങ്ങളുടെ ഒരു വിഷൻ, ലൈക്ക് ഫ്യൂച്ചറിൽ ഇത് നടക്കണം, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ? ഉണ്ടായിരുന്നു, ഉണ്ട്. അപ്പോ അതിലൊരു ഇത് എന്ന് വെച്ചാൽ കോച്ചിങ് ഫീൽഡ്. ഞാനൊരു ഇന്റർനാഷണൽ പ്ലെയർ അല്ലെങ്കിൽ ഞാനൊരു ഏഷ്യൻ ഗെയിംസ് മോഡലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എവിടെ വേണമെങ്കിൽ കോച്ചിങ് കൊടുക്കാം. ആ ലെവലിൽ നമ്മളെ അച്ചീവ്മെന്റ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു അവസരത്ത് NIS ഡിപ്ലോമ, കോച്ചിന്റെ ഡിപ്ലോമ ചെയ്യേണ്ടി വന്നു. എനിക്ക് ഞാൻ കോച്ചിന്റെ ഇതില് ടോപ്പറായിട്ട് തന്നെ ഞാൻ ഇതായി. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കോഴ്സ് ചെയ്തതിന്റെ വാല്യൂ ഇല്ല. രണ്ടാമത്തേത്, ഇത്ര ഒരു വലിയ പ്ലെയർ ആയിട്ട് ഞാൻ ചിലപ്പോൾ ഇത് മാറിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എന്നെ കാണുമ്പോൾ സാറ് കബഡിക്ക് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇനി വരണം. അപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ച് കുറച്ച് സമയം കബഡിക്ക് വേണ്ടി കൊടുക്കാം, കുറച്ച്. അപ്പൊ നമ്മൾ കബഡിക്കായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ജോബും വേണ്ട, ഒരു കോച്ചിങ് ആയിട്ട് ഇങ്ങനെ പോവാം, കോച്ചിങ് സെന്റർ. പക്ഷെ അതിന്ന് നാട്ടുകാരെയും എല്ലാവരും ഒരു സപ്പോർട്ട് കൊണ്ട്, അവരെല്ലാരും നമ്മളെ ഹാർഡ് വർക്കും കൊണ്ട്, നമ്മളെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഇന്ന് ഒരു നല്ല പേരുള്ള അക്കാഡമി ആയിട്ട് മാറി. അപ്പോൾ അടുത്ത് വരുന്ന സെപ്റ്റംബറിൽ 10ാമത്തെ വാർഷികമാണ്. ആ 10 വർഷം ഈ JK എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു പേരുണ്ട്. 2-3 കൊല്ലം ചിലപ്പോൾ അറിയില്ലായിരിക്കും. അറിയില്ലെങ്കിലും സ്റ്റുഡൻസിന് ആ JK ഇങ്ങനെ അവർ തുടങ്ങിയിട്ടുണ്ട്, അവിടെ പോണം. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാരും നല്ല പ്ലെയറായി, നല്ല പേരുണ്ട് അവർക്ക്, നല്ല ഇവിടുന്ന് അച്ചീവ്മെന്റ് വാങ്ങാൻ കിട്ടി. അത് കേരളം മാത്രല്ല, ചിലവർക്ക് ഉണ്ടാവും ഇവിടെ വന്നാല് കേരളത്തല്ല, അതർ സ്റ്റേറ്റിൽ ഇവിടെ വന്നിട്ട് അവര് ഇവിടുന്ന് നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ അവരെ പേര് വാങ്ങുന്നു. അപ്പൊ അത് എന്റെ സക്സസ് ആണ്. നമ്മളൊരു എന്തിനാണ് നമ്മൾ തുടങ്ങിയത്, സക്സസ് ആയി. അതിന്റെ കൂടെ നമ്മൾ പ്രൊഫഷണൽ കോച്ചായി. അതൊക്കെ സന്തോഷത്തിന്റെ തന്നെ അത് നടന്നത്. ഇനിയും ഉണ്ട്, ഇനിയും കുറെ സ്വപ്നങ്ങളുണ്ട്. അത് നടക്കുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. അതാണ് പിന്നെ മെയിൻ നമ്മളെ അച്ചീവ്മെന്റ്. നമ്മളെ സ്റ്റുഡന്റ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ പോകണം, എത്തണം. പ്രൊഫഷണലി ഇന്റർനാഷണൽ പ്രോ കബഡി എല്ലാം പോകുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ ആ ഒരു ഇത് വെച്ചിട്ട്
നമുക്ക് കേരള ടീമിനെ അവിടെ വരെ എത്താൻ കുറച്ച് കഷ്ടമാവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് ആയിരുന്നു. അൾട്ടിമേറ്റ്ലി ആ ഒരു അച്ചീവ്മെന്റും ആ ഒരു ഇതിലേക്കെല്ലാം എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു. താങ്ക് യു.